ഇന്നത്തെ സ്പെഷ്യൽ കാട പൊരിച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അല്ലേ. 1000 കോഴിക്ക് അരക്കാട എന്നാണ് ചൊല്ല്. വെറുതെ പറയുന്ന ഒന്നല്ല, പോഷക ഗുണങ്ങളിൽ കോഴിയിറച്ചീനെ വെല്ലുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ കാടയിറച്ചി. ഗുണങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും എല്ലാവരും ഇത് വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ വാങ്ങാറുള്ളൂ. അപ്പൊ വാങ്ങുന്ന സമയത്ത് ഇത് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ട് പൊരിച്ചെടുക്കാൻ നോക്കിയാലോ. ആദ്യം തന്നെ കാട നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നടുക്ക് ചീന്തി മുറിച്ച് മാറ്റി വെച്ചതാണ് കേട്ടോ. അങ്ങനെ കടയിൽ നിന്ന് വാങ്ങുന്ന സമയത്ത് കാട എങ്ങനെ മുഴുവനായിട്ട് വൃത്തിയാക്കിയിട്ടാണ് തരിക. പക്ഷെ ഇപ്പോൾ അതിനെ നെടുക ചീന്തി മസാലയൊക്കെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് കാടയിൽ അത് പിടിക്കുകയും ചെയ്യും, പിന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കഴുകി വൃത്തിയാക്കി വെച്ച കാടേനെ നന്നായിട്ടൊന്ന് മസാലയെ കുളിപ്പിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, ഉപ്പും എടുക്കുക. പിന്നെ കുറച്ചധികം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇത്തിരി കറിവേപ്പില, ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുത്ത് അതും ഇതിലേക്ക് ചേർക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ മിക്സ് ചെയ്താൽ മതി. ഇങ്ങനെ മസാലയൊക്കെ കുഴക്കുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ അതിനൊരു സ്വാദ് കൂടും. ഇത് നന്നായിട്ട് കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷം ഇനി അടുത്തതായി ചേർക്കേണ്ട സാധനം എന്ന് പറയുന്നത് വിനാഗിരിയാണ്. നാരങ്ങനീര് ചേർത്താലും മതി, പക്ഷെ ഞാനിവിടെ നാരങ്ങ ഇല്ലാത്തതുകൊണ്ട് അതിന് പകരമാണ് ഇവിടെ വിനാഗിരി ചേർക്കുന്നത്. അത് തന്നെ കുറച്ച് മാത്രം ചേർത്താൽ മതി. പിന്നെ നല്ലതുപോലെ കുഴച്ചെടുക്കുക. സ്പൂണൊന്നും വെച്ച് കുഴച്ചാൽ പോരാ, നല്ലോണം കൈ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും മസാല എത്തുന്ന രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ. പിന്നെ നമ്മൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി മാത്രമല്ല ചേർക്കുന്നത്, കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയും കൂടി ചേർത്തതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ നന്നായിട്ട് കൈ വെച്ച് കുഴച്ചെടുക്കുക. എപ്പോഴും പറയുന്നത് പോലെ തന്നെ മിക്സിംഗ് ആണ് മോനെ മെയിൻ. ആ മിക്സിംഗ് റെഡിയായി കിട്ടിയാൽ മാത്രമേ ഉള്ളൂ പൊരിച്ചെടുക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇതിന്റെ എല്ലാ ഭാഗത്തും മസാല എത്താൻ വേണ്ടിയിട്ട് നല്ലോണം കൈ വെച്ച് കുഴച്ചെടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് നേരം ഫ്രീസറിലൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. എനിക്കിത് അധിക നേരം ഫ്രീസറിൽ വെച്ച് റെസ്റ്റ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ഞാനിത് പൊരിക്കാൻ എടുക്കുന്നുണ്ട്. നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് വെളിച്ചെണ്ണ കിടന്ന് പൊട്ടി കളർ മാറി വരുന്ന സമയത്തേക്ക് നമ്മൾ ഓരോ കാട ഏറ്റെടുത്ത് അതിലേക്ക് വെച്ച് കൊടുക്കുക. ഞാനിത് എങ്ങനെയാന്ന് ഡീറ്റെയിൽ ആയി പറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ ഇതൊക്കെ ചെയ്യുന്നത് അമ്മയാണ് കേട്ടോ. അത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുകയും ചെയ്യും. കാരണം നല്ല തിളച്ച വെളിച്ചെണ്ണ കിടക്കുന്ന കാടേനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്മ കൈവച്ച് തന്നെ നീക്കി കൊടുക്കുന്നുണ്ട്. നമ്മളെ കൊണ്ട് എന്തായാലും ഈ പരിപാടി ഒന്നും നടക്കൂല, കാരണം നമ്മൾ അത്ര എക്സ്പേർട്ട് ആയിട്ടില്ലല്ലോ. ഇനിയിപ്പോൾ അത് വെളിച്ചെണ്ണ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു 2 മിനിറ്റിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് അതിനെ ഒന്ന് മൂടി വെക്കും. ഇങ്ങനെ കുറച്ചു നേരം മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ ഉള്ളൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കരുതേ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ ഇട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതിങ്ങനെ മുറിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ കുക്കായി വന്ന് ഇങ്ങനെ മൊരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, ഒരുപാട് പോഷകഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ കാട എന്ന് പറയുന്നത്. കുട്ടികൾക്കൊക്കെ കൊടുത്താൽ വളരെ നല്ലതാണ്. പക്ഷെ പിന്നീട് കാര്യമുണ്ട്, എന്ത് സാധനമാണെങ്കിലും ഈ മിതമായ രീതിയിലേ കൊടുക്കാൻ പാടുള്ളൂ. നല്ലതാണെന്ന് കരുതിയിട്ട് ഒരുപാട് കൂടിയ അളവിൽ കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. കാടമുട്ടേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ തന്നെ കാണാൻ ചെറുതാണെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. ഇനി ഈ കാട പൊരിച്ചതിൻ്റെ റെസിപ്പി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ. പിന്നെ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റും ചെയ്യണേ.